ഹായ്, നമ്മളുടെ നോഥേറിയൻ ആൻഡ് ആർട്ടീനിയൻ മൊഡ്യൂൾസ് എന്നുള്ള ഈ ടോപ്പിക്ക് അതിലെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു ഒബ്സർവേഷൻ ആണ്. നൊഥേറിയൻ റിങ്ങിന്റെ സബ് റിങ്ങുകളൊന്നും നൊഥേറിയൻ ആകണമെന്നില്ല. അപ്പോൾ ഒരു റിങ് എപ്പോഴാണ് ഒരു നൊഥേറിയൻ റിങ് അല്ലെങ്കിൽ ആർട്ടീനിയൻ റിങ് എന്ന് പറയാന്നുള്ളത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും. എ എന്നുള്ള റിങ് നൊഥേറിയൻ റിങ് ആണെന്ന് പറയും. എഫ് ഓഫ് എ ആസ് എ മൊഡ്യൂൾ. എനെ നമുക്കൊരു എ മൊഡ്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ റിങ്ങിലുള്ള അഡിഷൻ അതിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ഫോം ചെയ്യും. എ എന്നുള്ള റിങ്ങിന്റെ എന്റെ മുകളിലുള്ള ആക്ഷൻ സാധാരണ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷനും എ എന്നുള്ള റിങ്ങിലെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ എ ഒരു എ മൊഡ്യൂൾ ആവും. ആ എ മൊഡ്യൂൾ എന്താകണം? നൊഥേറിയൻ ആണെങ്കിൽ എ നൊഥേറിയൻ റിങ് ആണെന്ന് പറയും. അതേപോലെ എ എന്നുള്ള റിങ് ആർട്ടീനിയൻ ആണെന്ന് പറയും. എ ആസ് എ മൊഡ്യൂൾ ആർട്ടീനിയൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഈ എക്സാമ്പിൾസ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നൊഥേറിയൻ റിങ്ങുകളുടെ സബ് റിങ്ങുകൾ എന്താകണമെന്നില്ല, നൊഥേറിയൻ ആകണമെന്നില്ല. അതേപോലെ നൊഥേറിയൻ ആർട്ടീനിയൻ റിങ്ങുകളുടെ സബ് റിങ്ങുകൾ എന്താകണമെന്നില്ല, ആർട്ടീനിയൻ ആകണമെന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഒരു ഷോർട്ട് എക്സാക്ട് സീക്വൻസ് ഉണ്ടെന്ന്. 0 m dash ആൽഫ m ബീറ്റ m ഡബിൾ ഡാഷ് 0 ഒരു എക്സാക്ട് സീക്വൻസ്. ഈ സ്ട്രക്ചർ ഷോർട്ട് എക്സാക്ട് സീക്വൻസ്. ഈ ഷോർട്ട് എക്സാക്ട് സീക്വൻസ് വെച്ചിട്ട് നമുക്ക് എം എന്നുള്ള മൊഡ്യൂള് നൊഥേറിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻസ് എന്ന് പറയാം. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അതായത് ഷോർട്ട് എക്സാക്ട് സീക്വൻസ് വെച്ചിട്ട് ഈ ഒരു ഷോർട്ട് എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്താൽ അതിൽ എം നൊഥേറിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ. സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എം ആർട്ടീനിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ. ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രൂഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഷോർട്ട് എക്സാക്ട് സീക്വൻസ് അതിൽ എം എന്നുള്ള മൊഡ്യൂള് നൊഥേറിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷനാണ് എം ഡാഷും എം ഡബിൾ ഡാഷും എന്താകണം? നൊഥേറിയൻ ആകണം. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു എക്സാക്ട് സീക്വൻസിൽ എം ആർട്ടീനിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷനാണ് എം ഡാഷും എം ഡബിൾ ഡാഷും ആർട്ടീനിയൻ ആകാനുള്ളത്. ഏതൊരു എക്സാക്ട് സീക്വൻസിന് നമുക്ക് ഷോർട്ട് എക്സാക്ട് സീക്വൻസുകളായിട്ട് എഴുതാന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഷോർട്ട് എക്സാക്ട് സീക്വൻസുകൾ വെച്ചിട്ട് ഒരു മൊഡ്യൂള് ആർട്ടീനിയൻ ആണോ നൊഥേറിയൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളത് അപ്പോൾ റെലവെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നത് എം നൊഥേറിയൻ ആണ്. നമുക്ക് എം ഡാഷും എം ഡബിൾ ഡാഷും നൊഥേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ആൽഫ എന്നുള്ള ഈ മാപ്പ് എന്തായിരിക്കും? 0 സ്റ്റാർട്ട് ചെയ്യുന്ന മാപ്പാണ്. അപ്പോൾ ആൽഫ എന്തായിരിക്കും? 1 1 ആയിരിക്കും. ഓക്കെ, ബീറ്റ എന്തായിരിക്കും? ഓൺ 2 ആയിരിക്കും. ബീറ്റ ഓൺ 2 ആയിരിക്കും. അതേപോലെ ആൽഫന്റെ ഇമേജ് ബീറ്റന്റെ കേർണൽ ആയിരിക്കും. ഓക്കെ, ആൽഫന്റെ ഇമേജ് ബീറ്റന്റെ കേർണൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആ സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയുന്നത്. സോ ആ ഒബ്സർവേഷൻസ് മതി നമുക്ക് പ്രൂവ് ചെയ്യാൻ
നമുക്ക് ഫസ്റ്റ് എം ഡാഷ് നോതേറിയൻ ആണ് പ്രൂവ് ചെയ്യാം. ലെറ്റ് സോ എം ഡാഷ് നോതേറിയൻ ആണ് പ്രൂവ് ചെയ്യാൻ ഒരു എന്നിന്റെ ഒരു സബ് മൊഡ്യൂൾ, എം ഡാഷിന്റെ ഒരു സബ് മൊഡ്യൂൾ കൺസിഡർ ചെയ്യും. ഓക്കെ, എം ഡാഷിന്റെ സബ് മൊഡ്യൂൾ. അപ്പോ ആൽഫ എൻ ആണ് ആ സബ് മൊഡ്യൂൾ എങ്കിൽ ആൽഫ എന്നിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? എമ്മിന്റെ ഒരു സബ് മൊഡ്യൂളിലേക്ക് മാപ്പ് ചെയ്യും. അതായത് ആൽഫ ഓഫ് എൻ എന്തായിരിക്കും? ഒരു എമ്മിന്റെ ഒരു സബ് മൊഡ്യൂൾ ആയിരിക്കും. ആൽഫ എന്താണ്? 1 ആണ്. ആൽഫ 1 ആണ്. സോ ആൽഫ ഓഫ് എൻ എന്തായിരിക്കും? സബ് മൊഡ്യൂൾ ആണ് എന്തിന്റെ? എമ്മിന്റെ. സോ എം എന്താണ്? നൊതേറിയൻ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ സബ് മൊഡ്യൂൾസ് ഒക്കെ എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വായിക്കാം. നമ്മൾ പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് എം എന്നുള്ള ഒരു നൊതേറിയൻ എ മൊഡ്യൂള് എം എന്നുള്ള ഒരു മൊഡ്യൂള് നൊതേറിയൻ ആകാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷനാണ്. ഇതിന്റെ എല്ലാ സബ് മൊഡ്യൂൾസും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആകുക. സോ ഇവിടെ ആൽഫ ഓഫ് എൻ എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ആൽഫ ഓഫ് എൻ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. കാരണം എം നൊതേറിയൻ ആണ്, എമ്മിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ് ആൽഫ ഓഫ്. സോ ആൽഫ ഓഫ് എൻ ആൽഫ ഓഫ് എൻ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് ആൽഫ ഓഫ് എൻ ആൽഫ 1 ആയതുകൊണ്ട് ആൽഫ ഓഫ് എന്നിനെ ജനറേറ്റ് ചെയ്യിക്കാൻ എടുക്കുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ ആ ഒരു ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. സോ അത് അവരുടെ ഇൻവേഴ്സ് ഇമേജസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്നിനെ ജനറേറ്റ് ചെയ്യാം. കാരണം ആൽഫ 1 ആണ്. ഓക്കെ, സോ എൻ എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. എൻ ആൽഫ ഓഫ് എൻ ഫൈനൈറ്റ്ലി ജനറേറ്റഡും ആൽഫ 1 ആയതുകൊണ്ട് എൻ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സോ എം ഡാഷ് എന്താണ്? എം ഡാഷിന്റെ ഒരു ആർബിട്രറി സബ് മൊഡ്യൂൾ ആണ് എൻ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സോ എം ഡാഷ് എന്താണ്? അഗെയിൻ ഞാൻ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത തിയറം പ്രകാരം എം ഡാഷ് നൊതേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി എം ഡബിൾ ഡാഷ് നൊതേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എം ഡബിൾ ഡാഷ് നൊതേറിയൻ ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എം ഡബിൾ ഡാഷിന്റെ ഒരു സബ് മൊഡ്യൂൾ എൽ കൺസിഡർ ചെയ്യാം. എം എന്ന് എം ഡബിൾ ഡാഷിലേക്കുള്ള ഈ ബീറ്റ എന്നുള്ള മാപ്പ് എന്താണ്? ഓൺ ടു ആണ്. ഓക്കെ, ഓൺ ടു ആണ്. സോ ഫണ്ടമെന്റൽ തിയറം പ്രകാരം നിങ്ങൾക്ക് എന്ത് പറയാം? ഫണ്ടമെന്റൽ തിയറത്തിൽ നിന്നുള്ള ഒബ്സർവേഷൻ എം ഓവർ കേർണൽ ഓഫ് ബി എന്നുള്ള കോഷ്യൻ മൊഡ്യൂൾ അത് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? ബീറ്റന്റെ ഇമേജിന് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഐസോമോർഫിക് ആയിരിക്കും ബീറ്റ ഓഫ് എം. പക്ഷെ ബീറ്റ ഓഫ് എം ബീറ്റ 1 ആയതുകൊണ്ട് ബീറ്റ ഓഫ് എം എന്തായിരിക്കും? എം ഡബിൾ ഡാഷ് ആയിരിക്കും. സോ എം ഓവർ കേർണൽ ഓഫ് ബീറ്റ എന്തിന് ഐസോമോർഫിക് ആണ്? എന്തിന് ഈക്വൽ ആണ്? ഇമേജ് ഓഫ് ആൽഫക്ക് ഈക്വൽ ആണ്. സോ എം ഓവർ ഇമേജ് ഓഫ് ആൽഫ ഐസോമോർഫിക് ടു എം ഡബിൾ ഡാഷ് ആണ്. ആൽഫ ബീറ്റ ഓഫ് എം എം ഡബിൾ ഡാഷ് ആയതുകൊണ്ട് ബീറ്റ 1 ആയതുകൊണ്ട്. ഓക്കെ, സോ ഇമേജ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് എം ഡാഷ്. എം ഓവർ ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഐസോമോർഫിക് ആണ്? എം ഡബിൾ ഡാഷിന് ഐസോമോർഫിക് ആണ്. സോ എം ഡബിൾ ഡാഷിന് ഐസോമോർഫിക് ആണ്. സോ എൽ എം ഡബിൾ ഡാഷിന്റെ സബ് മൊഡ്യൂൾ ആണ്. സോ എം ഡബിൾ ഡാഷിന്റെ സബ് മൊഡ്യൂൾ ആണ് എൽ. സോ ഇവിടെ എമ്മിനൊരു സബ് മൊഡ്യൂൾ കെ എക്സിസ്റ്റ് ചെയ്യും. ഇതിനകത്ത് എല്ലിന് ഐസോമോർഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. സോ എമ്മിന്റെ അകത്ത് ഒരു സബ് മൊഡ്യൂൾ എക്സിസ്റ്റ് ചെയ്യും. എമ്മിന്റെ ഒരു സബ് മൊഡ്യൂൾ എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ കെ ഓർ ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? എല്ലിന് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, കെ എന്തിന്റെ സബ് മൊഡ്യൂൾ ആണ്? എമ്മിന്റെ സബ് മൊഡ്യൂൾ ആണ്. എം നൊതേറിയൻ ആണ് എന്നാണ് നമ്മളുടെ അസംഷൻ. സോ അതിന്റെ എല്ലാ സബ് മൊഡ്യൂൾസും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ഇൻ പെർട്ടിക്കുലർ കെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. സോ കെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഈ കോഷ്യൻ റിങ്ങിന് എന്ത് ചെയ്യാം? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് കോഷ്യൻ മൊഡ്യൂളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. അതായത് കെ ഓർ ആൽഫ ഓഫ് എം ഡാഷ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. സോ അതായത് അത് എല്ലിന് ഐസോമോർഫിക് ആണ്. എല് അപ്പൊ എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. എൽ എമ്മിന്റെ എം ഡബിൾ ഡാഷിന്റെ ഒരു ആർബിട്രറി സബ് മൊഡ്യൂൾ ആണ്. എൽ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അതായത് എം ഡബിൾ ഡാഷിന്റെ എല്ലാ സബ് മൊഡ്യൂൾസ് എന്താണ്?
ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സോ എം ഡബിൾ ഡാഷ് എന്താണ്? നോതേറിയൻ ആണ്. ഈ കോൺവേഴ്സ് കുറച്ചുകൂടെ ഡയറക്റ്റ് ആണ്. നമുക്ക് ഇതിന് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ടുകളൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എം ഡാഷ് ആൻഡ് എം ഡബിൾ ഡാഷ് ആർ നോതേറിയൻ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എം നോതേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ എമ്മിന്റെ ഒരു സബ് മൊഡ്യൂൾ കൺസിഡർ ചെയ്യുക, അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. സോ ലെറ്റ് എൻ ബി എ സബ് മൊഡ്യൂൾ ഓഫ് എം ആൻഡ് എം ഡാഷ് ബി എ സബ് മൊഡ്യൂൾ ഓഫ് എം ഡാഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ ഓഫ് എം ഡാഷ് ഓക്കെ, ആൽഫ എം ഡാഷ് ആവശ്യമില്ല. ആൽഫ ഓഫ് എം ഡാഷ് എമ്മിന്റെ സബ് മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല ആൽഫ എന്താണ്? 1 1 ആണ്. നമ്മളെ സീക്വൻസ് എക്സാക്ട് ആണ്. സോ ആൽഫ 1 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം? എൻ ഓവർ എൻ ഇന്റർസെക്ഷൻ ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ് മൊഡ്യൂൾസിന്റെ അവിടെ സബ് മൊഡ്യൂൾസ് സമ്മൊക്കെ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് M1 and M2 are submodules of M, then M1 plus M2 over M1 is isomorphic to M2 over M1 intersection M2. ഇത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്, അവിടെ നിങ്ങൾ റെഫർ ചെയ്താണ്. സോ N over N intersection alpha of M dash is isomorphic to N plus alpha of M dash divided by over ആൽഫ ഓഫ് എം ഡാഷിന് ഐസോമോർഫിക് ആയിരിക്കും. അതായത് അത് എമ്മിന് എൻ പ്ലസ് ആൽഫ ഓഫ് എം ഡാഷ് നോക്കുക, അതെന്തിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? ഇതിന്റെ എമ്മിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ്. സോ ഈ ഒരു മൊഡ്യൂളിന്റെ സബ് മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, സോ എം ഡബിൾ ഡാഷ് നോതേറിയൻ ആണെന്നാണ് നമ്മളുടെ അസംഷൻ. എം ഡബിൾ ഡാഷ് നോതേറിയൻ ആയതുകൊണ്ട് എം ഡബിൾ ഡാഷിന്റെ ഈ ഒരു സബ് മൊഡ്യൂൾ എൻ ഓവർ എൻ ഇന്റർസെക്ഷൻ ആൽഫ ഓഫ് എം ഡാഷ് അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ഓക്കെ, നോതേറിയൻ ആയതുകൊണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം? Again, same statement. M1 plus M2 over M dash M1 is isomorphic to M2 over M1 intersection M2. Okay, ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം? അപ്പോൾ N over N intersection alpha of M dash. ഓക്കെ, അതെന്തിൻ്റെ അകത്തുണ്ടാകും? എം ഡബിൾ ഡാഷിന്റെ അകത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എം ഓവർ ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഐസോമോർഫിക് ആയിട്ട് വരും? എം ഡബിൾ ഡാഷിന് ഐസോമോർഫിക് ആയിട്ട് വരും. ഓക്കെ, സോ ഇത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സോ എം ഡാഷ് എന്തായിരിക്കും? എം ഡാഷ് അല്ല, എൻ ഓവർ എൻ ഇന്റർസെക്ഷൻ ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. എം ഡാഷ് ഇറ്റ്സെൽഫ് എം ഡാഷിന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ്. എം ഡാഷ് എന്താണ്? നോതേറിയൻ ആണ്. അപ്പോൾ എം ഡാഷ് എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. സോ ആൽഫ ഓഫ് എം ഡാഷ് എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. സോ എൻ ഇന്റർസെക്ഷൻ ആൽഫ ഓഫ് എം ഡാഷ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. അതായത് സോ അവിടെ നിന്ന് പറയാം? എൻ ഇറ്റ്സെൽഫ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, അല്ല കാരണമാണ് പറഞ്ഞത്, ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് മൊഡ്യൂൾസിന്റെ കേസിൽ ജി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ജി ഓർ എച്ച് ജിന്റെ ഒരു സബ് മൊഡ്യൂൾ ജി ഓവർ എച്ച് എന്തായിരിക്കും? ഓക്കെ, ജി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ജി ഓർ എച്ച് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ജി ഓർ എച്ച് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ജി ഓർ എച്ചും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ജി എന്തായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. അതിന്റെ കോൺവേഴ്സ്. ഓക്കെ, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളുടെ
n ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, n എമ്മിന്റെ ഒരു ആർബിട്രറി സബ് മൊഡ്യൂൾ ആണ്. സോ അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്, അതായത് എമ്മിന്റെ എല്ലാ സബ് മൊഡ്യൂൾസും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സോ എം നോഥേറിയൻ ആണ്. ഓക്കെ, എം ഈസ് എ നോഥേറിയൻ മൊഡ്യൂൾ. ഓക്കെ, ഇതേപോലെ ഒരു സിമിലർ ആയിട്ട്, എക്സാക്ട്ലി സിമിലർ എന്ന് പറയുന്നില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കാം. ഇതേപോലെയുള്ള ഒരു പ്രൂഫ് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് അടുത്തതിന് പറയാനുള്ളത് അതിന്റെ കൊറോളറിയാണ്. 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. എം ഐ എന്നുള്ള നോഥേറിയൻ എ മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അവരുടെ ഡയറക്റ്റ് സം എന്തായിരിക്കും, നോഥേറിയൻ ആയിരിക്കും. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് നോഥേറിയൻ എ മൊഡ്യൂൾസിന്റെ ഡയറക്റ്റ് സം നോഥേറിയൻ ആയിരിക്കും. സെയിം സ്റ്റേറ്റ്മെന്റ് ആർട്ടീനിയൻ മൊഡ്യൂൾസിലും ഹോൾഡ് ചെയ്യും. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആദ്യം നോഥേറിയൻ എന്നുള്ള ഈ ഒരു ഭാഗം കൂട്ടി വായിക്കാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർട്ടീനിയൻ എന്നുള്ള ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഈ പോർഷൻ ഒരുമിച്ച് വായിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ എങ്ങനെയായിരിക്കും, ഇഫ് എം ഐ റൺസ് ഫ്രം 1 to etc. n are Artinian A modules, then direct sum Mi is Artinian. Okay, similar proof ആണ് ഓൾമോസ്റ്റ്. സോ ഞാൻ നോഥേറിയൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. നോഥേറിയൻ മൊഡ്യൂളിന്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ്, അവിടെ നോഥേറിയൻ എന്നുള്ള വേർഡ്സിലൊക്കെ വേർഡ് വരുന്നിടത്തൊക്കെ ആർട്ടീനിയൻ ആയിട്ട് റീപ്ലേസ് ചെയ്താൽ ആർട്ടീനിയൻ്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റും ഫോളോ ചെയ്യും. സോ നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. വി വിൽ പ്രൂവ് ദിസ് ബൈ ഇൻഡക്ഷൻ. സപ്പോസ് n = 1 ട്രിവിയൽ ആണ്, എം നോഥേറിയൻ ആണെങ്കിൽ എം നോഥേറിയൻ ആയിരിക്കും. സോ n-1 അസ്യൂം ചെയ്യുക. സപ്പോസ് m1 m2 etc. mn-1 are Noetherian, then direct sum of m1 m2 etc. mn-1 is Noetherian. ഓക്കെ, ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, എന്നിൽ പ്രൂവ് ചെയ്യും. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, m1 m2 etc. mn-1 mn. ഇത് പ്രൂവ് ചെയ്യാൻ അപ്പോൾ അവരുടെ ഡയറക്റ്റ് സം എന്താണെന്ന് പ്രൂവ് ചെയ്യണം, നോഥേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. എങ്ങനെ, നമ്മൾ 0 അവിടുന്ന് ഇത് n-1 വരെയുള്ള മൊഡ്യൂൾസിന്റെ ഡയറക്റ്റ് സം, അവിടുന്ന് ഇൻക്ലൂഷൻ മാപ്പ് n വരെയുള്ള മൊഡ്യൂൾസിന്റെ ഡയറക്റ്റ് സം, അവിടുന്ന് n-ലേക്ക് mn എന്നുള്ള ഏതെങ്കിലും mn-ലേക്കുള്ള പ്രൊജക്ഷൻ മാപ്പ്, അത് പിന്നെ 0-ലേക്ക്. ഓക്കെ, ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും, i11 ആണ്, t12 ആണ്. സോ ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും, എക്സാക്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ അതിന്റെ ഇമേജ് ആയിരിക്കും പിന്റെ കേർണൽ. ഓക്കെ, സോ ഈ ഒരു സീക്വൻസ് എക്സാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു എ മൊഡ്യൂളും ഈ ഒരു എ മൊഡ്യൂളും mn നോഥേറിയൻ ആണ്. അപ്പോൾ n-1 വരെയുള്ള ഡയറക്റ്റ് സം നോഥേറിയൻ ആണ്, mn-ഉം നോഥേറിയൻ ആണ്. ഈ സീക്വൻസ് എക്സാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഡയറക്റ്റ് സം എക്സാക്റ്റ് ആണെന്ന് പറയാം, തൊട്ട് മുന്നത്തെ കൊറോളറി പ്രകാരം. ഓക്കെ, അപ്പോൾ അതന്നെയാണ് എഴുതിയത്, നിങ്ങളൊന്ന് വായിച്ചിട്ട് നോക്കുക. അതിനുള്ള മാപ്പ്, ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അതിനുള്ള മാപ്പ് x1 x2 ഓർഡർ n-1 ടപ്പിൾ x1 x2 xn-1 എങ്ങോട്ട് മാപ്പ് ചെയ്യുക, ഇൻക്ലൂഷൻ മാപ്പ് x1 x2 etc. xn-1 0. അതിന്റെ ഇമേജ് സെറ്റ് അപ്പോൾ അവസാന കാലത്തെ കമ്പോണന്റ് 0 വരുന്ന എലമെന്റ്സ് ആയിരിക്കും. സോ പി എന്നുള്ളത് ഇവിടെയുള്ള എലമെന്റ്സിന്റെ nth കമ്പോണന്റ് ആണെന്ന് നോക്കുക, അതിനെ അങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക, mn-ലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക.
സോ ഇതിന്റെ ഐയുടെ ഇമേജ് സെറ്റ് പിന്റെ കേർണൽ ആകും. മോറോവർ ഈ രണ്ട് സ്ട്രക്ചേഴ്സും നോഥേറിയൻ ആണെന്നാണ് നമുക്ക് അറിയുന്നത്. സോ ഈ ഒരു സീക്വൻസ് എക്സാക്ട് ആയതുകൊണ്ട് ഇത് നോഥേറിയൻ ആകും. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഇനി ഒരു എ എന്നുള്ള റിങ്, എ ആസ് എ മൊഡ്യൂൾ എന്താണ്? നോഥേറിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ എം ഒരു ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആണെങ്കിൽ എം നോഥേറിയൻ ആയിരിക്കും. അതായത് എ എന്നുള്ള റിങ് നോഥേറിയൻ ആണ്, ഓർ എ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എല്ലാം എന്തായിരിക്കും? നോഥേറിയൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ആർട്ടീനിയൻ. എ ആർട്ടീനിയൻ ആണെങ്കിൽ ആർട്ടീനിയൻ കൊടുക്കണേ, എ ആർട്ടീനിയൻ ആണ്. അതായത് എ ആസ് എ മൊഡ്യൂൾ ആർട്ടീനിയൻ മൊഡ്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഓർ എ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള എല്ലാ എ മൊഡ്യൂൾസും എന്തായിരിക്കും? ആർട്ടീനിയൻ ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, സിമിലർലി നമ്മൾ നോഥേറിയൻ മൊഡ്യൂളിന്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. ആർട്ടീനിയന്റെ കേസിലുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള പ്രൂഫ് ഫോളോ ചെയ്യുന്നു തോന്നുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് പ്രൂഫ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്നാണ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എം നോഥേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എം നമ്മളെ കയ്യിലുള്ള അസംഷൻസ്, നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ, എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്, എ നോഥേറിയൻ ആണ്. ഓക്കെ, ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് അതിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് കൺസിഡർ ചെയ്യാം. x1 x2 എക്സെട്ര xn. ഈ ഒരു സെറ്റ് എം എന്നുള്ള മൊഡ്യൂളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫൈനൈറ്റ് സെറ്റ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, കാരണം എം ഫൈനലി ജനറേറ്റഡ് ആയതുകൊണ്ട്. ഇനി എൻ എന്ന് എമ്മിലേക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാം. എൻ എന്ന് പറഞ്ഞാൽ എന്റെ ഡയറക്ഷൻ. ഓക്കെ, എനെ എൻ ടൈംസ് എ എന്നുള്ള എ മൊഡ്യൂളിനെ എൻ ടൈംസ് കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഡയറക്ഷൻ. ഓക്കെ, സോ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ഈ ഒരു സ്ട്രക്ചറിലുള്ള A1 A2 എക്സെട്ര എ എന്നുള്ള ഈ ഒരു എലമെന്റിനെ എങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക? A1 x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര xnലേക്ക് മാപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ മാപ്പ് എന്തായിരിക്കും? ഒരു ഹോമോമോർഫിസ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഹോമോമോർഫിസ് ആയിരിക്കും, ട്രിവിയൽ പ്രൂഫാണ്. സോ ഫണ്ടമെന്റൽ തിയറം കൊടുത്താൽ എൻ ഓവർ കേർണൽ എഫ് എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? എഫ് ഓഫ് എ എന്നിന് ഐസോമോർഫിക് ആയിരിക്കും. x1 x2 എക്സെട്ര എക്സെനുകൾ എമ്മിനെ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് എ എൻ എന്തിന് ഈക്വൽ ആയിരിക്കും? എമ്മിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള എല്ലാ x1 x2 എക്സെട്ര എക്സെനുകളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എഫ് കവർ ചെയ്യുന്നുണ്ടാവും. സോ എഫ് ഓൺ2 ആണ്. സോ എഫ് ഓഫ് എ എൻ എന്തായിരിക്കും? എം തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? എൻ ഓർ എ കേർണൽ എഫ് എ എന്നുള്ളത് കേർണൽ എഫ് ആണ് ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. എൻ ഓർ എ എമ്മിന് ഐസോമോർഫിക് ആയിരിക്കും, വേർ എ ഈസ് കേർണൽ ഓഫ് എഫ്. സോ അപ്പോ എൻ ഓർ എ ഐസോമോർഫിക് ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതവിടെ വരും. Now define an to define g from an to n or a. എങ്ങനെ മാപ്പ് ചെയ്ത് കൊടുക്കാം? ജി ഓഫ് എക്സ്, ഇവിടെ ഉള്ള ഒരു എലമെന്റ് എക്സ് എടുത്താൽ ജി ഓഫ് എക്സിനെ എങ്ങനെ എക്സിനെ ജി എങ്ങനെ മാപ്പ് ചെയ്ത് കൊടുക്കുക? എക്സ് പ്ലസ് എയിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക, അതിന്റെ കോസെറ്റിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതെന്താണ്? സബ്ജക്റ്റീവ് ആണ്, ഒബ്വിയസ്ലി സബ്ജക്റ്റീവ് ആണ്. എല്ലാ എലമെന്റ്സിന് ഇവിടെ എന്ത് വേണ്ടി വരും? പ്രീ ഇമേജസ് വേണ്ടി വരും. സോ
ജി ഫൈൻ സജക്റ്റീവ് ആണ്. മോറോവർ എ എൻ എന്താണ്, നൊതേറിയൻ ആയിരിക്കും. കാരണം എ എന്താണ്, നൊതേറിയൻ ആണ്. അപ്പോൾ അവരുടെ ഡയറക്ട് സം എന്തായിരിക്കും, ഫൈനൈറ്റ് ഡയറക്ട് സമ്മുകൾ നൊതേറിയൻ ആയിരിക്കും. സോ എ എൻ എന്താണ്, നൊതേറിയൻ ആണ് ബൈ ദി ടി സ്ക്വയർ ഓർഡർ. സോ എഫ് ഓഫ് എ എൻ എന്താണ്, ഹോളോമോർഫിക് ഇമേജ് ആണ്. സോ എഫ് ഓഫ് എ എൻ എന്താണ്, നൊതേറിയൻ ആണ്. സോ എൻ ഓർ എ എന്തായിരിക്കും, നൊതേറിയൻ ആയിരിക്കും. അതായത് എൻ ഓർ എ നൊതേറിയൻ ആയതുകൊണ്ട് അതെന്തിന് ഐസോമോർഫിക് ആണ്, എമ്മിന് ഐസോമോർഫിക് ആണ്. സോ എം എന്താണ്, നൊതേറിയൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഹോളോമോർഫിക് ഇമേജസ്, നൊതേറിയൻ റിങ്ങുകളുടെ ഹോളോമോർഫിക് ഇമേജസ് നൊതേറിയൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഡയറക്റ്റ് തന്നെയാണ്, നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിവേ വേഗത്തിലൊന്ന് പറയാം, അതും കൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനി ഹോമോമോർഫിക് ഇമേജ് ഓഫ് നൊതേറിയൻ റിംഗ് ഈസ് നൊതേറിയൻ. അതായത് കുറച്ചുകൂടെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആക്കുകയാണെങ്കിൽ, എ എന്നുള്ളൊരു ഐഡിയൽ എ ഉണ്ടെങ്കിൽ, എ നൊതേറിയൻ ആണെങ്കിൽ എ ഓവർ എനി ഐഡിയൽ ഓഫ് എ എന്തായിരിക്കും, നൊതേറിയൻ ആയിരിക്കും. ആർട്ടീനിയന്റെ കേസിലും സിമിലർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് നൊതേറിയന്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം, ആർട്ടീനിയന്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചെയ്യാം. സപ്പോസ് എ നൊതേറിയൻ ആണെന്ന് കരുത്. എന്ന് എ ഡാഷിലേക്കുള്ള ഒരു റിംഗ് ഹോമോമോർഫിസ് ആണ് എഫ്. എ എന്നുള്ള റിംഗ് നൊതേറിയൻ റിംഗ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരിക്കും, എഫ് ഹോമോമോർഫിസ് ആണെങ്കിൽ എഫ് ഓഫ് എ എന്താണ്, എഫ് ഓഫ് എ നൊതേറിയൻ ആകണം. എഫ് ഓഫ് എ നൊതേറിയൻ ആണ്. എ നൊതേറിയൻ ആണ്. സോ നമ്മൾ എ ആയിട്ട് എന്തിനു കൊടുക്കാം, കേർണൽ എഫിന് കൊടുക്കാം. ബൈ ഫണ്ടമെന്റൽ തിയറം നമുക്ക് എന്ത് പറയാം, എ ഓർ കേർണൽ എഫ് എന്തിന് ഐസോമോർഫിക് ആണെന്ന് പറയാം. എഫ് ഓഫ് എക്ക് എഫിന്റെ ഇമേജിന് ഐസോമോർഫിക് ആണെന്ന് പറയാം. അതായത് കേർണൽ എഫിന് ഐഡിയൽ എന്നുള്ള നോട്ടേഷൻ കൊടുത്തുകൊണ്ട് എ ഓർ ഐഡിയൽ ഇസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എ. ഓക്കെ. ഇനി ഈ ഒരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്യാം. 0 ഐഡിയൽ എ, ഇൻക്ലൂഷൻ മാപ്പ് എ, അതൊന്ന് എ ഓർ എയിലേക്കുള്ള പ്രൊജക്ഷൻ മാപ്പ്. അതായത് ഇവിടെയുള്ള ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ കോസെറ്റിലേക്ക് മാപ്പ് ചെയ്യുക, പിന്നെ എല്ലാ എലമെന്റിനെയും 0ലേക്ക് മാപ്പ് ചെയ്യും. സോ ഈ ഒരു സീക്വൻസ് എക്സാക്ട് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. എക്സാക്ട് ആയതുകൊണ്ടും എ നൊതേറിയൻ ആയതുകൊണ്ടും ഐഡിയൽ എയും, അതായത് കേർണൽ എഫും എ ഓർ എ എന്നായിരിക്കും, നൊതേറിയൻ ആയിരിക്കും. ഓക്കെ. സിമിലർ ആയിട്ടുള്ള പ്രൂഫ് ആർട്ടീനിയന്റെ കേസിലും ഹോൾഡ് ചെയ്യും. സോ എഫ് ഓഫ് എ എന്തായിരിക്കും, എഫ് ഓഫ് എ നൊതേറിയൻ ആയിരിക്കും ബൈ 1. അതായത് എഫ് ഓഫ് എ എന്തിന് ഐസോമോർഫിക് ആണ്, എ ഓർ എക്ക് ഐസോമോർഫിക് ആണ്. എ ഓർ എ എന്താണ്, നൊതേറിയൻ ആണ്. സോ എഫ് ഓഫ് എ നൊതേറിയൻ ആണ്. ഓക്കെ. ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.